മോന്തയും വീർപ്പിച്ചിട്ട് നീ എങ്ങടാ പോണേ? എന്തേലും പറയാനുണ്ടെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ. നിഷേധിത്തരം വച്ചാലും വേണ്ടില്ല. ഇനി നീ കൂടെ ഉള്ളൂ ബാക്കി. എന്നെ കൂടി തല്ലച്ച ഞാനും എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അച്ഛന് സന്തോഷാവട്ടെ. എങ്ങനെ മനസ്സ് വന്നു വെച്ച അമ്മയെ തല്ലാൻ? അയാളെ അല്ലല്ലോ തല്ലിയത് മോളെ. ഓരോന്ന് പറഞ്ഞു വന്നപ്പോ നിയന്ത്രണം വിട്ടുപോയി. വിളിക്ക്. മുഖത്ത് നോക്കാൻ വിഷമമുണ്ട് അച്ഛന്. അതുകൊണ്ടാ. മോളെ എന്ന് വിളിക്ക്. മാപ്പ് പറയാം. എന്ന് വിളിക്കൂട്ടി. അമ്മ പോയി. പോയോ? എങ്ങട്? കൊച്ചേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്രേ. ശ്യാമളടുത്ത് പറഞ്ഞിട്ട് അറിഞ്ഞത് അമ്മയ്ക്കിനി അച്ഛനെ കാണണ്ടെന്ന്. അച്ഛൻ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കണേ. അവിടെയെങ്കിലും ഇത്തിരി സ്വസ്ഥത കിട്ടിക്കോട്ടെ എന്ന്. മഞ്ഞത്ത് കിടക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എഴുന്നേറ്റ് കുളിക്ക്. വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു വല്ലതും കഴിക്കാൻ പറഞ്ഞു ശ്യാമളടുത്തി. കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കോളേജ് വിട്ടാ ഞാൻ കൊച്ചേട്ടന്റെ വീട്ടിലേക്ക് പോകും. അമ്മയോട് പറയണം അച്ഛൻ മാപ്പ് ചോദിച്ചു. അയാളെ അല്ല തല്ലിയെന്നും പറയണം. അച്ഛനോട് ഒരു വിദ്വേഷവും മനസ്സിൽ വെക്കരുതെന്നും പറയണം. അയാളോട് ഇല്ലാച്ചാ പിന്നെ ഞാൻ പറയാം. അച്ഛൻ വിഷമിക്കാണ്ടിരിക്കെ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയൂ? അച്ഛനോട് അമ്മയ്ക്ക് ശരിക്കും പിണക്കുണ്ടോ? പാവല്ലേ അച്ഛൻ. അമ്മയോട് ഒരു പിണക്കും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അമ്മ പോന്നതോടെ അച്ഛന്റെ ചിറകൊടിഞ്ഞതുപോലെയായി. അച്ഛനെ കാണണ്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ഛനെ വിട്ടിട്ട് ഇവിടെ അടുക്കളക്കാരിയായിട്ട് വന്നിരിക്കുക. പോന്നതല്ല മോളെ. അമ്മ അവിടെ നിന്ന് അച്ഛനെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു എന്റെ ഏട്ടൻ. മോളെ, മോളിതൊന്നും അച്ഛനോട് പറയണ്ട. പറഞ്ഞാൽ ഇനിയും ബഹളം ഉണ്ടാവും. ഇറക്കി വിട്ടാ എവിടാ പോവാ? അച്ഛൻ തെരുവിൽ തെണ്ടി നടന്നിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു സുഖം വേണ്ട. ഇതാവുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരിടത്ത് സുഖമായിട്ടിരിക്കുന്നു എന്ന് ആശ്വാസം ഉണ്ടല്ലോ. ഓ, അച്ഛൻ എന്തൊരു ചുമയാ ചുമക്കുന്നത്? മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? മഞ്ഞു കൊണ്ടിട്ടാത്രേ. ഈ കഥ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെ മണി പോയി കിടക്കരുത് കേട്ടോ. എന്ത് ചുമയാന്ന് ആർക്കറിയാം. ഇത്രയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു. ഇനിയും പറയാണ്ടിരുന്ന അമ്മ അച്ഛനോട് വഴക്കിട്ട് പോയതല്ല. അച്ഛനെ കാണണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാരും കൂടി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവുമെന്ന് പറഞ്ഞ് മനപ്പുറം പിരിച്ചതാ.
പോട്ടെ മോളെ, പോട്ടെ. ഈ 101 റുപ്യ ഞാൻ തിരിച്ചെടുക്കുക. ഇനി ഇത് നിനക്ക് തരാൻ വകുപ്പില്ലല്ലോ. ഒക്കെ മംഗളമായിട്ട് നടത്തിയ തരാന്ന വാക്ക്. നീയും വാക്ക് തെറ്റിച്ചു. കടിച്ച മാതിരിയാ. ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല. കാലത്തെ ഒന്നും കഴിക്കാതെ അവള് കോളേജിൽ പോയിരിക്കണേ. അച്ഛനാണെ ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അച്ഛനെങ്കോട്ടാ? അമ്മയുടെ അടുത്തേക്കാണെ പോണ്ട. പോകണ്ടെന്ന് പറയാൻ നീ ആരാ? അമ്മയ്ക്ക് അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? ആര് പറയടാ? ആര് പറഞ്ഞു? അവളോ അതോ നിങ്ങളോ? ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ച അറിഞ്ഞു. എന്നാ കേട്ടോ, ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്തൊരു പട്ടിക്കും അധികാരമില്ല. തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിച്ചു, നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പക്ഷെ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറുള്ള മാത്രം നിന്നാൽ മതി. ഒന്നും മിണ്ടാതിറങ്ങിപ്പോയ എന്താ അർത്ഥം? മരിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല. എന്നെ സംബന്ധിച്ചോളം നീ മരിച്ചു, അത് തന്നെ എന്റെ അർത്ഥം. പാർവതി, പാർവതി നിക്കണം. ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? അനുവാദോ? അനുവാദം ചോദിക്കാൻ ഞാൻ ആളുടെ അടിയാനും കുടിയാനും ഒന്നുമല്ല. ഓ, അപ്പൊ അമ്മയെ കാണാൻ ഒളിച്ചു വന്നാണല്ലേ? ഒളിക്ക്? അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേവക്കാരിയല്ല. 33 കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ മിന്നു കെട്ടിയ എന്റെ ഭാര്യ. 30 വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാ. മരിക്കണത് വരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. എന്താ തടയാൻ ധൈര്യമുണ്ടോ? ആ, അച്ഛൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അവസാനിപ്പിക്കാമെന്നാ. അമ്മയെ കണ്ടില്ലേ അച്ഛൻ ഉറക്കം വരില്ല അല്ലേ? ഇല്ലടാ. അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും. ഛർദികളാ, എന്തിനാ വിഴുങ്ങണേ? പറയാൻ മടിയുണ്ടോ? ഞാൻ എന്തിനാ മടിക്കണേ? അച്ഛൻ എപ്പോഴും ചെറുപ്പമെന്നാ വിചാരം. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ? എന്താ നാവിറങ്ങിപ്പോയോ? പറയടാ. അതെ പാർവതി, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. എന്താ എടുക്കാനുള്ള വെച്ചാ എടുത്തോളൂ. ഇപ്പൊ ഇറങ്ങണം. എങ്ങോട്ടാ? ഉടുകാട്ടിലേക്ക്. എന്താ? അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറയാൻ നീ ആരാടാ? ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഓ, ഉത്തരവാദിത്വം. മടി നിറച്ച് അരി വാരി കൊടുത്ത് വേലക്കാരത്തേക്ക് സംബന്ധം ഉണ്ടാക്കണ അമ്മായച്ചനെ സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണം. 18 തികയാത്ത സ്വന്തം കുഞ്ഞു പെങ്ങൾക്ക് അച്ഛനേക്കാൾ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കണു. എന്റെയൊക്കെ ഒരു ഉത്തരവാദിത്വം. അച്ഛാ, മിണ്ടി പോകരുത്, അടിച്ച് കാരണം പോയി ഞാൻ. ഇറങ്ങാം. ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട. വാ, ഇറങ്ങ, വാ. മോനെ, നിനക്കുണ്ടൊരു കുഞ്ഞ്. അവളും വളർന്നു വലുതാവും. അന്ന് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്തായിരിക്കും. അവൾ ഇതുപോലെ നിങ്ങളെ വലിച്ചു കീറിയാൽ അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും തമ്മില് ശാരീരിക ബന്ധത്തേക്കാ വലിയൊരു ബന്ധമുണ്ടെന്ന്. പോവാം. അയ്യോ, അച്ഛനും അമ്മയായിരുന്നോ? കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നെന്നാ കരുതിയേ. അകത്തേക്ക് വരൂ. ഓഫീസിൽ നിന്ന് എപ്പോ വന്നേ ഉള്ളൂ. ഒരു അധികരിക്കാം. ബിസിനസ് എവിടം വരെ ആയി? അച്ഛാ, ഒന്നും തോന്നരുത്. സത്യം പറഞ്ഞ ഞാൻ ബിസിനസ് തുടങ്ങാനൊന്നും പോകുന്നില്ല. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. അപ്പോ എന്നോട് വാങ്ങിയ 50,000 ഉറുപ്പിക ഇപ്പൊ തിരിച്ചരാമല്ലോ അല്ലേ? അതിപ്പോ ഉടനെ എന്തായാലും പറ്റില്ല. അതെന്താ? അതിൽ നിന്ന് കുറച്ചെടുത്ത് വീടൊന്ന് പുതുക്കി
പിന്നെ ദിവസവും ബസ്സിൽ തൂങ്ങിയുള്ള ഈ ഓഫീസ് യാത്ര ഓ ഭയങ്കര കഷ്ട. അതുകൊണ്ട് ഒരു സ്കൂട്ടർ. അപ്പൊ കരുതി കൂട്ടി എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? അച്ഛാ ഞാൻ വേണ്ട, ഒക്കെ മനസ്സിലായി. കരുതി കൂട്ടി കള്ളക്കവറുണ്ടാക്കി എല്ലാരും കൂടി ചേർന്ന് ഈ വയസ്സിനെ പറ്റിക്കായിരുന്നു അല്ലേ? പാർവതി വാ, ഇവരും മരിച്ചവരുടെ കൂട്ടത്തിലാ. വാ ഇറങ്ങ്.